ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വാട്സപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ്. അതായത് നമ്മൾ വാട്സപ്പിലും മറ്റുമൊക്കെ സ്റ്റാറ്റസ് വീഡിയോസുകൾ ഇടാറുണ്ട്. മറ്റുള്ളവർ ഇടുന്ന സ്റ്റാറ്റസ് വീഡിയോസുകൾ നമ്മൾ കാണാറുമുണ്ട്. അങ്ങനെ കാണുന്ന വീഡിയോസുകൾ, അതായത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ കാണുന്ന വീഡിയോസുകൾ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കൈ വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൈ വയ്ക്കുമ്പോൾ അത് സ്റ്റോപ്പ് ആകും, കൈ എടുക്കുമ്പോൾ അത് പ്ലേ ആവുന്നതും കാണാൻ സാധ്യമാകും. അപ്പോൾ നമ്മൾ കൈ എടുത്താലും അത് പ്ലേ ആകാതെ സ്റ്റോപ്പായി തന്നെ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല. നമുക്ക് ചില വീഡിയോകളിൽ ചില ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനും മറ്റുമൊക്കെ നമ്മൾ കൈ എടുത്താലും പ്ലേ ആകാത്ത രീതിയിൽ തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഇങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമുക്ക് അതിലേക്ക് പോവാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വാട്സപ്പ് വഴി വരുന്ന സ്റ്റാറ്റസ് വീഡിയോസുകൾ എങ്ങനെ പോസ്റ്റ് ചെയ്ത് വയ്ക്കാം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് വീഡിയോ എടുക്കുകയാണ്. ഒരു സ്റ്റാറ്റസ് വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഈ പ്ലേ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതിൻ്റെ നമ്മൾ ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് ടച്ച് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആയിരിക്കുന്ന കാണാൻ സാധ്യമാകും. നമ്മൾ വീണ്ടും കൈയെടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും പ്ലേ ആവുന്നതും കാണാൻ സാധ്യമാകും. എന്നാൽ സ്റ്റോപ്പായി തന്നെ നിൽക്കണം. നമ്മൾ കൈയെടുത്താലും അത് സ്റ്റോപ്പായി തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പിടിക്കുക. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധ്യമാകും കൈ എടുത്തതിന് ശേഷവും അത് സ്റ്റോപ്പായി തന്നെ നിൽക്കുന്നത് കാണാൻ സാധ്യമാകും. നമുക്ക് വീണ്ടും പ്ലേ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൈ കൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. നമുക്ക് അത് വീണ്ടും പ്ലേ ആകുന്നതായിട്ടും കാണാൻ സാധ്യമാകും. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് രണ്ട് വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത വീഡിയോസൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ സാധ്യമാകും. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധ്യമാകും. പലപ്പോഴും പല വീഡിയോസുകളുടെയും സ്ക്രീൻഷോട്ടുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് വിരൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോസുകൾ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ പ്ലേ ചെയ്യിക്കാനും നിങ്ങൾക്ക് സാധ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.